സൂത്രൻ. കടകൻ മുതല എങ്ങോട്ടോ യാത്രയാണല്ലോ. അതായത് കടകൻ കുറച്ചു നേരത്തേക്ക് സ്ഥലത്തില്ല. ഐഡിയ. ശരു, താൻ ഗുൽഗുൽ തടാകത്തിൽ നീന്താൻ വരുന്നോ? അമ്മോ, കടകൻ മുതല താമസിക്കുന്ന സ്ഥലത്തോ? ഞാനില്ല. ഹിഹി, എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. പക്ഷേ എനിക്കങ്ങനെ പേടിയുണ്ട്. ഞാൻ നീന്തും, താൻ കാണാൻ വാ. കാണാം. ഇനി കാണാൻ പറ്റിയില്ലെങ്കിലോ? എത്ര റൗണ്ട് നീന്തി എന്ന് എണ്ണണം കേട്ടോ. ഹിഹി. കടകൻ പിടിച്ചാൽ എണ്ണം നിർത്തണോ? ഹിഹി. എത്രയായി? 5. ഷെടാ, എന്നിട്ടും കടകൻ തന്നെ പിടിച്ചില്ല. എടോ, ധൈര്യമുണ്ടെങ്കിൽ കടകനല്ല കടിയൻ വന്നാലും നെഞ്ചു വിരിച്ച് നിൽക്കാം. കടിയൻ വന്നാൽ മുതുകു വിരിച്ചാ നിൽക്കേണ്ടത്. ഗുൽഗുലു തടാകത്തിൽ ഏറ്റവും കൂടുതൽ നീന്തിയ ധീരന് ഒരു അവാർഡ് കൊടുക്കേണ്ടതാ. അതായത് എനിക്ക്. ഹിഹി. താനൊരു കണക്കെടുക്ക്. കാട്ടിൽ ഓരോരുത്തരും ഗുൽഗുലുവിൽ എത്ര റൗണ്ട് നീന്തിയിട്ടുണ്ട് എന്ന്. പലരും നീന്തിക്കാണും, ഉറപ്പ്. ഹിഹി. ആര് നീന്താൻ? കടകന് എല്ലാവർക്കും പേടിയല്ലേ. അവാർഡ് താൻ കൊടുത്താൽ മതി. 50 മുട്ട. ഞാനോ? അതെ, അതൊരു ഗമയല്ലേ. പക്ഷേ മുട്ട താൻ സംഘടിപ്പിക്കണം. എനിക്ക് ഈ അവാർഡ് കൊടുക്കലിലൊന്നും വലിയ താല്പര്യമില്ല. വാങ്ങാനാ താല്പര്യം. ഹിഹി. ഗുൽഗുലു തടാകത്തിൽ ഏറ്റവും കൂടുതൽ നീന്തിയ ധീരന് അവാർഡ് 50 മുട്ട കൊടുക്കുന്നത് ശരു. ഓരോരുത്തരും നീന്തിയ കണക്ക് പറയാം. മിക്കവരും 0 തവണയാ നീന്തിയത്. അങ്ങോളം ചെന്നായ പകുതി തവണ. പകുതി ചെന്നപ്പോൾ പേടിച്ച് തിരിച്ചു നീന്തി. അൽപ്പൻ പുലി 1 തവണ ജൽപ്പൻ തള്ളിയിട്ടപ്പോഴാ. പക്ഷേ അത് നീന്തലല്ല, ബോധം കെട്ട് ഒഴുകിയതാ. തിടുക്കൻ പോത്ത് 4 തവണ. പക്ഷേ അതും നീന്തലല്ല, തടാകം വറ്റിയപ്പോൾ നടന്നാ പോയത്. സൂത്രൻ 5 തവണ. അത് ഞാൻ നേരിട്ട് കണ്ടതാ. 5ഓ? ഹിഹി. ഏറ്റവും കൂടുതൽ നീന്തി അവാർഡ് മുട്ട വാങ്ങുന്ന ധീരൻ ഞാൻ തന്നെ, അല്ലാതാരാ. ഹിഹി. കടകൻ മുതല 5532 തവണ. ഹിഹി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.